പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു രാഷ്ട്ര വിചാരം തന്നെ നടത്താമെന്ന് വിചാരിക്കുന്നു. രാഷ്ട്രത്തെ പറ്റിയുള്ള സംസാരം അത് ഞാൻ രാഷ്ട്ര വിചാരമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മളുടെ രാഷ്ട്രീയക്കാർക്കും പൊതുജനങ്ങൾക്കും അയൽ രാജ്യങ്ങൾക്കും അതുപോലെ വിദേശ രാജ്യങ്ങൾക്കും ഒക്കെ ലോകത്തിലേക്കും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ മഹോത്സവമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാനും അറിയിക്കാനും ഒക്കെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, അതായത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും ഒക്കെ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും പഴയതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മുന്നോട്ട് വരികയും അവരുടേതായ തീരുമാനമെടുക്കാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ജനാധിപത്യത്തിൽ വളരെ പുരോഗമനപരമായ കാഴ്ചപ്പാടോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു നേട്ടമായിട്ടും നമുക്ക് ഒരു ഗുണമായിട്ടും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഭാരതം നയിക്കേണ്ടത് ആരാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ ആരാണ് അതിൻ്റെ കടിഞ്ഞാൻ പിടിക്കേണ്ടത്, ഭരണസാരഥ്യം വഹിക്കേണ്ടത് ആരാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി, വികസനം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വളർച്ചയും, അതുപോലെ രാജ്യസുരക്ഷയും, അകത്തും പുറത്തുമുള്ള സുരക്ഷ, ആഭ്യന്തര സുരക്ഷയും അതുപോലെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ള മറ്റ് എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒക്കെ ഉള്ള ബന്ധം നല്ല രീതിയിൽ ഊഷ്മളമായിട്ട് പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കുക. ലോകത്തെവിടെയുള്ള ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന എന്ത് പ്രശ്നങ്ങളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിവുള്ള ഒരു ഭരണകർത്താക്കൾ ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ ശബ്ദം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശബ്ദം, ഭാരതത്തിൻ്റെ ശബ്ദം, ഭാരതത്തിൻ്റെ ഭരണസാരഥികളുടെ ശബ്ദം ഈ ലോകത്തെവിടെയും ഒരു വാല്യുള്ളതാകാൻ ഒക്കെ കാരണമാകുന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ആരാണ് അധികാരത്തിൽ വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ മാധ്യമങ്ങളെല്ലാം കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഇന്ത്യയിലാകമാനം വിദേശത്തും എല്ലാമുള്ള ആൾക്കാർ സ്ഥാപിത താല്പര്യങ്ങളോടെയും അല്ലാതെ നിഷ്പക്ഷമായിട്ടും പക്ഷപാതത്തോടെയും ഒക്കെ നോക്കിക്കാണുന്ന ഈ തെരഞ്ഞെടുപ്പിലെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് പറയാമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാളെ 57 നിയോജക മണ്ഡലങ്ങളും കൂടെ ഉണ്ട് ഇനിയും സാരഥികളെ തിരഞ്ഞെടുക്കാനായിട്ട്. അത് നാളെ നടക്കും. അത് കഴിഞ്ഞാൽ ജൂൺ 4 ആരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരു പൗരത്വ ബോധമുള്ള ഏതൊരു ഭാരതീയനും പങ്കുണ്ട്. നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ആ അവകാശം നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. മുമ്പത്തേക്കാളൊക്കെ ഉപരി പൗരബോധം ആളുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിന് നല്ലൊരു പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്, അതൊക്കെ ശരിയാണ്. പിന്നെ എല്ലാവർക്കും നല്ല രാഷ്ട്രീയ ബോധവും അവബോധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാധ്യമ പ്രവർത്തകരിൽ വെച്ചിട്ട് അവരിലൊക്കെ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ചാനലുകാരെ, നമ്മൾക്ക് പത്രക്കാരെയും ചാനലുകാരെയും വിശ്വസിച്ച് അവർ പറയുന്നത് ശ്രദ്ധിച്ച് നമുക്കൊരു ആശയ രൂപീകരണത്തിന് സാധിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായൊരു കാര്യമാണ്. എതിരഭിപ്രായങ്ങളും പല അഭിപ്രായങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിലും സാമൂഹ്യപരമായിട്ടും ഒക്കെ വേണ്ടതാണ്. പക്ഷേ നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രം കാണുന്ന, നെഗറ്റീവ് ചാനലിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്ന
ഒരു സംവിധാനത്തെയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് പ്രധാനമന്ത്രി മോദിജി വിവേകാനന്ദ പാറയിൽ പോയ കാര്യവും വിവേകാനന്ദ പാറയിലോട്ടാണ് എല്ലാവരുടെയും ബൈനോക്കുലർ തിരിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ യു പി വിട്ടു, മറ്റേ വടക്കോട്ട് കൂടുതൽ യു പി ആയിരുന്നു അവർക്ക് പ്രധാന കേന്ദ്രമായിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ അത് വിട്ടിട്ട് തെക്കോട്ടായി. നല്ല കാര്യം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി എന്തുകൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മുനമ്പാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ത്രിവേണി സംഗമവും അതുപോലെ കന്യാകുമാരി ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്ന ആ പാദസ്പർശമേറ്റ കന്യാകുമാരിയും ഒക്കെ ആയിട്ട് വളരെ പ്രസിദ്ധവും ശ്രേഷ്ഠവും ധന്യവുമായിട്ടുള്ള ഭാരതത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ വിവേകാനന്ദ സ്വാമി 3 ദിവസം ധ്യാനത്തിലിരുന്ന് പിന്നീട് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഭാരതത്തിൻ്റെ മഹിമ വിളിച്ചോതിയ ആ ചിക്കാഗോ പ്രസംഗത്തിലൂടെ ഭാരതത്തിൻ്റെ ധർമ്മത്തെ, ഭാരതത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഒക്കെ ലോകരാജ്യങ്ങളിലെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത ആ മഹാനുഭാവൻ്റെ പുണ്യപാദം പതിഞ്ഞ ആ വിവേകാനന്ദ പാറയിൽ വീണ്ടും ഒരു നരേന്ദ്രൻ ധ്യാനിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പോകുന്നതിൽ അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മുടെ പത്രക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചാനലുകാരെല്ലാം അതിനെ തെറ്റായി കാണാനും അനാലിസിസ് ചെയ്യാനും വിമർശിക്കാനുമാണ് അവർ സമയം കണ്ടെത്തുന്നത്. ബാക്കി എല്ലാവർക്കും എവിടെ വേണേൽ പോകാം, പോകാതിരിക്കാം. പക്ഷേ മോദിജി എങ്ങോട്ട് പോകുന്നുണ്ടോ? നല്ല കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം എപ്പോഴും വിമർശനത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനവും വ്യക്തിപരമായിട്ടുള്ള വിമർശനവും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു ലോക നേതാവെന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. അങ്ങനെ ഒരു നേതാവ് ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിലുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഭാരതത്തിലുള്ളവർ ഇത്രയധികം വിമർശിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ കല്ല് എറിയാനായിട്ട് കല്ലും കൊണ്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ പോയിട്ട് ധ്യാനിക്കാനിരുന്നതാണ് ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. എതിർകക്ഷികൾ ഇപ്പോൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസും ലോകത്തു നിന്ന് തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ആൾക്കാരെല്ലാം, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമക്കാരും, നമ്മൾ ഏതൊരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം കാണുന്നില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി കാണുന്നില്ല, നമ്മുടെ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളിലുള്ള ഒരു നേതൃത്വമോ വാല്യൂവോ കാണുന്നില്ല. ഇതൊന്നും കാണാതെ മോദിജി തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടുണ്ടോ, പറയാൻ പാടില്ല. അതായത് ഇത്രയധികം രാഷ്ട്രീയ പരിചയവും ജീവിത പരിചയവും അനുഭവ പരിചയവും ഒക്കെയുള്ള ലോക നേതാക്കളിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, ഈ ഭാരതത്തെ എല്ലാ തരത്തിലും മുന്നോട്ട് നയിക്കുന്ന ശക്തമായ ഒരു രാജ്യമാക്കി മാറ്റിയ ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മോദിജിയെ വിമർശിക്കുന്നതിന് വേണ്ടി ആർക്കും ഒരു മടിയില്ല. എന്തുണ്ട്, അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ നെഗറ്റീവ് മാത്രം വിമർശിക്കട്ടെ. വിമർശനം അത് നല്ല കാര്യം തന്നെയാണ്. കാരണം വിമർശനത്തിന് ആരും അതീതരല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ പത്രക്കാരും ചാനലുകാരും മാത്രം എന്തുകൊണ്ടാണ് ഒരു നല്ല കാര്യം പോലും ഈ 10 വർഷത്തെ, കഴിഞ്ഞ 10 വർഷക്കാലം ഭാരതത്തിൻ്റെ ഭരണത്തെപ്പറ്റി ഒരൊറ്റ ഒരു നല്ല പോയിന്റ് പറയാനായിട്ട് തയ്യാറാകാതെ, അതുപോലെ ഇത്രമാത്രം വ്യക്തിഹത്യ നടത്താൻ യാതൊരു മടിയില്ലാത്ത പത്രക്കാർ, അത് ഓരോ ചാനലും ഇങ്ങോട്ട് എടുത്താൽ ഇന്ന് തന്നെ വൈകിട്ട് നമ്മൾ ഇപ്പോൾ വൈകിട്ട് ഇനി എന്ത് ചെയ്യും, ഇനി ഈ ഒരു ഉപാധിയെ വേണ്ടാന്ന് വെക്കണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഞാൻ പത്രം ഇനിയൊന്നും കാണുന്നില്ല, വായിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾക്ക് തികച്ചും നമ്മളെ നെഗറ്റീവ് ആക്കുന്ന പത്രവാർത്തകൾ മാത്രമാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത ഒരു മാസത്തോളം. അതുപോലെ ചാനലുകാരും ഇനി അങ്ങോട്ട് അവൻ്റെ കുതന്ത്രമൊക്കെ മെനഞ്ഞു തുടങ്ങി.
ഇപ്പം ഇനി എന്തെല്ലാമാ പറയാൻ പോകുന്നത്. EVM കുറ്റം പറയും, വോട്ടിംഗ് ഷെയറിനെ കുറ്റം പറയും, വോട്ടിംഗ് ശതമാനത്തെ കുറ്റം പറയും. പിന്നെ മോദിജി പറഞ്ഞ ഓരോ കാര്യങ്ങളും അമിത്ഷാ, മോദിജി, രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞ് അവരത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം ഇപ്പം മോദിജിയുടെ അണ്ടറിലാണ്. പ്രധാനമന്ത്രി മോദിജി അല്ലേ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായ ഒരു സ്ഥാപനമാണ്. ഇത്ര മോശമായിട്ട് നമ്മുടെ രാജ്യത്തെ സംവിധാനത്തെ ചിത്രീകരിക്കാൻ ഈ മലയാള മാധ്യമങ്ങൾ എടുക്കുന്ന ഈ തികച്ചും തെറ്റായിട്ടുള്ള ഈ നയം, അതാണ് എനിക്ക് മനസ്സിലാകാത്ത. കുറേ ചാനൽ ഇപ്പം ഞാൻ സന്ധ്യയ്ക്ക് നമുക്ക് വീട്ടിലിപ്പോൾ വൈകിട്ടിരുന്നാൽ നമുക്കൊരു ഉപാധിയില്ലല്ലോ കാര്യം. പണ്ട് റേഡിയോയിൽ കൂടെ കേൾക്കുന്ന വാർത്തകൾ കൊണ്ട് നമുക്ക് സാമാന്യം അത് മതിയായിരുന്നു. ഇപ്പോൾ അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ചാനൽ നമ്മൾ വെച്ച് കാണും. ഈ ചർച്ചയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ ഓരോ ചാനലുകാരും വന്നിരുന്ന് പറയും. അതിനകത്ത് ഒരു 3-4 പേരെ വിളിച്ചങ്ങോട്ട് ഇരുത്തും. അതിൽ ഒരു BJP പ്രതിനിധിയും കൊണ്ടിരുത്തും. എന്നിട്ട് ഈ ചാനലിൻ്റെ ജഡ്ജി, ബാക്കിയുള്ളവർ സ്വതന്ത്ര നിരീക്ഷകൻ, പിന്നെ മാധ്യമ പ്രവർത്തകൻ, പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി, വക്കീല് ഇവർക്കൊന്നും കോടതിയൊന്നും ഇല്ലെന്ന് തോന്നി. ഇവരെന്നും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല ഇവരെ, അല്ലാതെ പത്രദ്വാര പോലും കേട്ടി. ഇപ്പം ചാനലുകാരേതായാലും സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ എല്ലാം പരിചയപ്പെടുത്തി തന്നു. സുപ്രീം കോടതി വക്കീല്, പിന്നെ വരുന്ന മുഴുവൻ അഡ്വക്കേറ്റുമാർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം വന്നിരുന്നു. ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ പ്രസിദ്ധരായി. പിന്നെ കുറച്ച് അല്ലാത്ത നേതാക്കന്മാരും അവിടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് നേതാക്കന്മാരെയും കൊണ്ടിരുത്തി, ഒരു നിരീക്ഷകനെയും കൊണ്ടിരുത്തി, പിന്നെ ഒരു BJPയുടെ പ്രതിനിധിയെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ചാനൽ ജഡ്ജി പറയുന്നതിനനുസരിച്ച് ബാക്കി 4 പേരുണ്ടെങ്കിൽ 3 പേരും അവരോട് ഒത്തുനിന്ന് സംസാരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമാകും. ഇനി ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെപ്പറ്റി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി വന്നിരുന്ന് സംസാരിച്ചാൽ ഉടനെ ഒന്നിൽ അങ്ങേരുടെ സംസാരം തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ പരസ്യത്തിനായിട്ട് ഉടനെ പരസ്യത്തിനായിട്ട് പോകും, ഇടവേള എടുത്ത് അങ്ങ് പോകും. അല്ലെങ്കിൽ അവരെ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും കൂടാതെ അവരൊക്കെ എന്തിനാണ് വരുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഇവരെ പഠിപ്പിക്കേണ്ട കാര്യം എന്തോ. ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ട് അവരെ ബാക്കി എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച്. ഇന്ന് ഏഷ്യാനെറ്റ് ഞാൻ കണ്ടപ്പോഴേ ഏഷ്യാനെറ്റിനകത്ത് പിന്നെ ആരും അങ്ങനെ പ്രതിനിധിയില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് വന്നിരുന്നത്. മാധ്യമ ജഡ്ജിയായിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ട് നടുക്ക്, പിന്നെ ബാക്കി നിരീക്ഷകനുണ്ട്, സ്വതന്ത്ര നിരീക്ഷകനുണ്ട്, പിന്നെ ഒരു അഡ്വക്കേറ്റുണ്ട്. ഇവരെല്ലാവരും പറയുന്ന മോദിജി പിന്നെ ഇവിടെ വലിയ പ്രഭാഷണങ്ങളിലൂടെ വലിയ വിധ്വംസകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മുസ്ലിം മൈനോറിറ്റി എല്ലാം വളരെ ഇതാക്കി, അങ്ങനാക്കി, ഇങ്ങനാക്കി. അദ്ദേഹം ഈ 10 വർഷത്തിനിടയിൽ പിന്നെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിച്ച് എന്തെങ്കിലും ഈ രാജ്യത്ത് ആർക്കെങ്കിലും ചെയ്തോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പിന്നെ എന്തെങ്കിലും ഭരണ നേട്ടങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അതായത് പിന്നെ കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യമോ, അല്ലെങ്കിൽ മുദ്രാ ലോണോ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളോ, അല്ലെങ്കിൽ ഭവന പദ്ധതിയോ, അല്ലെങ്കിൽ സൗജന്യ ഗ്യാസോ, ഇങ്ങനെ എന്തെങ്കിലും ഹിന്ദുക്കൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മുമ്പൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞത്. കിട്ടുന്നത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. എന്നിട്ടും പറയുകയാണ് മോദിജി ഈ രാജ്യത്തുടനീളം അവിടെ അങ്ങനെ പ്രസംഗിച്ചു, ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചു. ഈ മാധ്യമ ജഡ്ജിമാരും നിരീക്ഷകരും എല്ലാം കൂടെ വന്നിരുന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പൊരിക്കുവാണ്. അപ്പോഴേക്കും അദ്ദേഹം അവിടെ വന്നതിന് കുറ്റം, ക്യാമറ വെച്ചതിന് കുറ്റം, അദ്ദേഹം ധ്യാനിച്ചതിന് കുറ്റം, രുദ്രാക്ഷമാല കയ്യിൽ പിടിച്ചതിന് കുറ്റം, എന്തൊക്കെ കുറ്റങ്ങളാണോ ഇവർ കണ്ടുപിടിക്കുന്ന മാധ്യമക്കാർ. ഈ മാധ്യമ ജഡ്ജിമാരും ഈ വന്നിരിക്കുന്ന ഇതുപോലെ മുഴുവനും കുറ്റം പറയാൻ മാത്രം വന്നിരിക്കുന്ന ഈ മാധ്യമക്കാർ, നിങ്ങൾ ആരും വിചാരിച്ചാൽ മോദിജിയുടെ വിജയത്തെ, അദ്ദേഹത്തിൻ്റെ തേരിനെ തടഞ്ഞു നിർത്താൻ ആരുമില്ല ഇന്ന് ഈ ഭാരതത്തിൽ. ലോകത്തും ഇനി ഉണ്ടാവത്തില്ല. അതേ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. എന്നിട്ട്
ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചാനലിൽ കയറി ഇരുന്നുകൊണ്ട് ഈ മാധ്യമ ജഡ്ജിമാർ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലുണ്ടായിരുന്നു. അയ്യോ, അവിടെ ഒരു സ്ത്രീയാണെങ്കിൽ മാധ്യമ ജഡ്ജി, അവർ ഒരക്ഷരം പറയാൻ സമ്മതിക്കത്തില്ല. അവരോട് അനുകൂലമായിട്ട് പറഞ്ഞെല്ലാം പൊക്കി. പിന്നെ ഇവരല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. ഈ ജഡ്ജിമാർ ഇതുപോലെ ചീപ്പായിട്ടുള്ള ഒരു പരിപാടി, സത്യം പറഞ്ഞു, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത എന്തോ ഒരു സംസാരം. ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെപ്പറ്റി ABCD അറിയാൻ വയ്യാഞ്ഞിട്ടാണോ ഇവരിങ്ങനെ പറയുന്നത്? ഇത് നിങ്ങൾ ഈ പറയുന്ന ആര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ, ഇത് കേൾക്കുന്ന ഒരു വിഭാഗം അത്രയ്ക്കൊന്നും ചിന്തിക്കാത്തവരും, അതുപോലെ ഒരേ ചാനലിൽ ചിന്തിച്ചു പോയവരും, അതായത് അവർ മതാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരുണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അത്തരം ജനവിഭാഗങ്ങളെ ഇവർക്ക് പിന്നെ ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ അന്ധമായ രാഷ്ട്രീയ വെറുപ്പ് കൈവച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അല്ലെ, ജനിച്ചു വീണത് ഞങ്ങൾ ഇന്ന പാർട്ടിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ആ പാർട്ടിയുടെ യാതൊരു ന്യൂനതകളും ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഭരിച്ചാലും കൊള്ളാം, ഭരിച്ചില്ലെങ്കിലും കൊള്ളാം, ഞങ്ങൾ ചെയ്തതൊന്നും നല്ലതല്ലേലും കൊള്ളാം, ഞങ്ങളുടെ പാർട്ടിക്കാർ അഴിമതിയാണ് കാണിച്ചെങ്കിലും കൊള്ളാം, ഞങ്ങൾ അതിനകത്ത് തന്നെ നിൽക്കത്തുള്ളെന്നും പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഴിമതിയും പിന്നെ ഭരണപരമായ കഴിവുകേടുകളും കെടുകാര്യസ്ഥതയും ഒന്നും കാണാതെ അവരെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ജനവിഭാഗക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ. അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാകും. പിന്നെ വേറൊരു വിഭാഗം അവർക്കിതൊന്നും അറിയണ്ട, എന്തെങ്കിലും ആയിപ്പോട്ടെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുത്തിവെച്ച് കൊടുക്കുന്നത് മുഴുവൻ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയല്ല, രാജ്യത്തിൻ്റെ നന്മയല്ല. ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ പങ്ക് പിടിച്ച് പക്ഷാഭേദത്തോടെ മാത്രം ചാനലിലൂടെ സംസാരിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റല്ലേ എന്നാണ് ഞാൻ ആലോചിച്ച്. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ എല്ലാ കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനെ വിമർശിക്കാം, പക്ഷെ നമ്മൾ നെഗറ്റീവ്സ് മാത്രം കാണുക, ഒരു നന്മ പോലും കാണത്തില്ല. എങ്ങനെയും BJPയെ ഭരണത്തിൽ നിന്നിറക്കിയിട്ട് അടുത്ത ആരാണോ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ നേതാവ്, ഒരു നേതാവുണ്ടോ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാക്കാനായിട്ട്? കുടുംബാധിപത്യത്തിൻ്റെ ആളുകളല്ലാതെ ആരെയുണ്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട്? ഉണ്ടോ ആരെങ്കിലും? കഴിവുറ്റവർ ഉണ്ടെങ്കിലോ ശരിയാ പറയാം. ഇതങ്ങനെ ഇല്ലതാനും. എങ്ങനെയെങ്കിലും വിദേശത്തിരിക്കുന്ന കുറേ ക്ഷുദ്രശക്തികളുണ്ട്, ജോർജ് സോറസിനെ പോലുള്ള പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഇതുപോലെ രാഷ്ട്രത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, മനോവികാരം വെച്ച് പുലർത്തുന്ന, പിന്നെ ഞങ്ങൾക്ക് അധികാരം കിട്ടുമെന്നും ഒക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടു നടക്കുന്ന കുറച്ച് ഞാഞ്ഞൂല് പാർട്ടികളും എല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും ചാനലുകളും പറയാതിരിക്കാനേ വയ്യ. ഇനിയിപ്പം ജൂൺ 4-ാം തീയതി തൊട്ട് ഇവരുടെ ഈ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് പറയാൻ പറ്റുന്നതിന് അത്രയ്ക്ക് ചീപ്പായ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. ഈ കോമാളിത്തരം എല്ലാം ഇനി ഈ ചാനലുകളിലും പത്രങ്ങളിലും, ഞാൻ പത്രം ഏതായാലും അങ്ങ് നിർത്തി. ഇനി അവരുടെ ഈ പത്രം കണ്ടിട്ട് വയ്യ. ഇവരാരെ പഠിപ്പിക്കാനാണ് ഇങ്ങനത്തെ വാർത്ത പടച്ചു വിടുന്നത്? ഇനി അതുപോലെ ചാനലിൽ കയറിയിരുന്ന് എൻ്റെ അമ്മോ എന്തൊക്കെ കേൾക്കണം. ഇനി ഒന്നും പറയണ്ട. ഏതായാലും ജൂൺ 4-ന് പ്രതീക്ഷിച്ച് നമുക്കെല്ലാവർക്കും നല്ല വാർത്ത, അതായത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിലെ ഉള്ള ഈ കിണറ്റിലെ തവളകളായിട്ടുള്ള ഈ ചാനലുകാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദഭാവം വെച്ചിട്ട് സംസാരിക്കുന്നവർ, അവർ നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ മോദിജി കന്യാകുമാരി പോകുന്നത് നന്നായി. മോദിജി പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ പിന്നെ ക്യാമറയും പോകുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെ. നിങ്ങളുടെ ആൾക്കാർ സംസാരിക്കാനുമുണ്ട്, നല്ല കാര്യം തന്നെ. അപ്പം ഫലമുള്ള വൃക്ഷത്തിലെ കല്ലെറിയുമെന്ന് പറഞ്ഞതുപോലെ അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളങ്ങനെ നോക്കി തന്നെ ഇരുന്ന് ഇങ്ങനെ സന്ധ്യ ആവുന്ന ഉടനെ കുറേ പേരെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ സംസാരിക്കുന്നവരെ നിങ്ങൾ അവഗണിക്കുക. പിന്നെ നിങ്ങൾ ഇത് കേൾക്കുന്നവരെല്ലാം മണ്ടരാന്ന് നിങ്ങൾ ധരിക്കണ്ട. ഈ മലയാളം ചാനൽ അല്ലാതെ പുറത്തുള്ള വേറെ നല്ല നല്ല ചാനലുകളൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നവർ. അത് കേരളത്തിലെ ആൾക്കാർ ചേർന്നാലൊന്നും BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കില്ല ഇനിയും. കാരണം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് BJP ഗവൺമെൻറ് ആണ് അനിവാര്യമെന്ന് ഭാരതത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നുകൊണ്ടും വിചാരിക്കുന്നത് കൊണ്ടും വീണ്ടും
മോദിജിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് തന്നെ ഭരണത്തിൽ വരും. അത് ജൂൺ 4-ാം തീയതി എല്ലാവർക്കും അത് മനസ്സിലായിക്കോളും. ഉച്ചയോടെ യാതൊരു സംശയമില്ല. തയ്യാറെടുത്തിരുന്നോളുക തല കറങ്ങാനായിട്ട്, ബോധക്കേടുണ്ടാവാനും. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി വെച്ചോ, ധൈര്യപ്പെടുത്തി വെച്ചോ. ഈശ്വര, ജൂൺ 4-ന് ഞങ്ങളുടെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് താഴെ പോകുമോ, മോദിജി പോകുമോ, ആര് വരും അടുത്തത് എന്നൊക്കെ നിങ്ങൾ മലർപ്പൊടി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ജൂൺ 4-ന് ഈ മൂന്നാമതും മോദിജി ഗവൺമെൻറ് തന്നെ ഭരണത്തിൽ വരും. ഇതിൻ്റെ ഒട്ടാകെയുള്ള ആളുകളുടെ സംഭാഷണത്തിൽ നിന്നും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.